ഒരൊറ്റ മത്സരം മതി വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ. കോങ്കോയ്ക്കെതിരായ സമനിലയ്ക്ക് ശേഷം പോർച്ചുഗലിനെതിരെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ടീം ശരിക്കും കിരീടത്തിനായി പോരാടുമോ? റൊണാൾഡോയ്ക്ക് ഇപ്പോഴും ഈ ടീമിനെ നയിക്കാൻ കഴിയുമോ? പക്ഷേ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? മറുപടി പറയാൻ അതൊരിക്കലും വാക്കുകൾ ഉപയോഗിക്കില്ല, മറിച്ച് കളത്തിലൂടെയാണ് മറുപടി നൽകുക. ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിൽ പോർച്ചുഗൽ ചെയ്തത് അത് തന്നെയായിരുന്നു. കളി തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടി. വിമർശകർക്ക് നൽകിയ ആദ്യ മറുപടി. ഗോൾ നേടിയ ശേഷം റൊണാൾഡോ ആഘോഷിക്കുന്നതിലും കൂടുതലായി കാണാനായത് ഒരു സന്ദേശമായിരുന്നു: ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ആ ഗോളിന് ശേഷം പോർച്ചുഗൽ കളി പൂർണ്ണമായി നിയന്ത്രിച്ചു. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസും കൂട്ടരും കളിയുടെ റിതം നിയന്ത്രിച്ചു. ഓരോ ആക്രമണവും അപകടമുള്ളതായിരുന്നു, ഓരോ പാസും ലക്ഷ്യബോധമുള്ളതായിരുന്നു. അല്പസമയത്തിനകം ന്യൂനോ മെൻഡസ് പോർച്ചുഗലിന്റെ ലീഡ് ഇരട്ടിയാക്കി. ഉസ്ബെക്കിസ്ഥാൻ തിരിച്ചു വരാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ അവർ ഗോൾ നേടിയെന്ന് തോന്നി. ഒരു നിമിഷത്തേക്ക് പ്രതീക്ഷയുമുണ്ടായി. പക്ഷേ VAR ആ പ്രതീക്ഷ അവസാനിപ്പിച്ചു, ഗോൾ റദ്ദാക്കി. അവിടെയാണ് മത്സരം യഥാർത്ഥത്തിൽ അവസാനിച്ചത്. കാരണം അതിനു പിന്നാലെ വീണ്ടും അറ്റാക്കുമായി എത്തിയ പോർച്ചുഗൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാം ഗോളും കണ്ടെത്തി. വീണ്ടും റൊണാൾഡോ. വർഷങ്ങൾ മാറിയേക്കാം, എന്നാൽ ബോക്സിനുള്ളിലെ ആ തണുത്ത ഫിനിഷിംഗ് ഇന്നും അതുപോലെ തന്നെയാണ്. ഹാഫ് ടൈമിൽ തന്നെ മത്സരത്തിന്റെ ഗതി നിശ്ചയിച്ചിരുന്നു. രണ്ടാം പകുതിയിൽ പോർച്ചുഗൽ വേഗം കുറച്ചില്ല. അവർ കളി നിയന്ത്രിച്ചു. അവർ അവസരങ്ങൾ സൃഷ്ടിച്ചു. തുടർച്ചയായ സമ്മർദ്ദത്തിനിടെ ഒരു ഓൺ ഗോൾ വരുന്നു. സ്കോർ 4-0. അതിനുശേഷം റാഫലിയോവയുടെ ഗോളോടുകൂടി പോർച്ചുഗൽ ആ രാത്രിയെ പൂർണ്ണമാക്കി. സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ ഇതൊരു വലിയ വിജയം മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് അതിലും വലുതാണ്. കാരണം ഈ വിജയം ഒരു ടീമിന്റെ പ്രതികരണമായിരുന്നു. വിമർശനങ്ങൾ വന്നപ്പോൾ തളരാതെ, സമ്മർദ്ദം വന്നപ്പോൾ പിന്നോട്ടു പോകാതെ കൂടുതൽ ശക്തിയായി തിരിച്ചു വന്ന ഒരു ടീമിന്റെ കഥ. റൊണാൾഡോ 2 ഗോളുകൾ നേടി. ന്യൂനോ മെൻഡസ് തിളങ്ങി. ബ്രൂണോ മിഡ്ഫീൽഡ് നിയന്ത്രിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനമായി പോർച്ചുഗൽ വീണ്ടും അവരുടെ യഥാർത്ഥ മുഖം കാണിച്ചിരിക്കുന്നു. DR കോങ്കോ മത്സരത്തിന് ശേഷം ആളുകൾ പോർച്ചുഗലിനെ ചോദ്യം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിന് ശേഷം അവർക്ക് മറുപടി ലഭിച്ചു. എതിരില്ലാത്ത 5 ഗോളുകൾ, ക്രിസ്ത്യാനോയുടെ 2 ഉഗ്രൻ ഗോളുകൾ. മറ്റെല്ലാ ടീമുകൾക്കും ഒരു മുന്നറിയിപ്പ്: പോർച്ചുഗൽ ഉണർന്നിരിക്കുന്നു.